ലിറ്റിൽ സോളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പൂർണിമ ശ്രീനാഥ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫേക്ക് നെയിൽസ് നമുക്ക് എങ്ങനെ വെക്കാം, അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇരിക്കുന്ന നഖമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക. പിന്നെ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് വെക്കുക. ക്യൂട്ടിക്കിൾസൊക്കെ ഒന്ന് പുഷ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലൊരു നെയിൽ പൗച്ച് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നെയിൽ കട്ടറും നെയിൽ ഷാർപ്പറും എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനായിട്ട് ലാക്മേയുടെ നെയിൽ പോളിഷ് റിമൂവറാണ് എടുത്തിരിക്കുന്നത്. ഒരു അടിപൊളി റിമൂവറാണ് കേട്ടോ. കൈയൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് പരിചയപ്പെടാം. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 200 രൂപയ്ക്ക് താഴെയാണുള്ളത്. ഇത് ഈ ഒരു ബോക്സ് കൂടാതെ ഇതിൻ്റെ ഒരു ബോക്സ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടിലും കൂടിയിട്ട് 200 നെയിൽസ് ആണ് കേട്ടോ ഉള്ളത്. ഓരോ റോയിലായിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് നെയിൽസ് കിടപ്പുണ്ട്. ആ നെയിൽസ് നമുക്ക് നമ്മുടെ നെയിൽസുമായിട്ട് ഇണങ്ങുന്നത് ചൂസ് ചെയ്യാവുന്നതാണ്. ചെറുതും വലുതുമായിട്ട് ഒരുപാട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്യൂട്ടിക്കിൾസ് പുഷ് ചെയ്യാനായിട്ടൊരു സംഭവം കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഈ നെയിൽസ് ഒട്ടിക്കാനായിട്ടുള്ള ഒരു ഗമ്മാണ്. ഈ ഗമ്മ് ഞാൻ മിസ് ക്ലെയറിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ. അടിപൊളി ഗ്ലൂ ആണ്. കൂടാതെ തന്നെ ഈ നെയിൽസിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ചെറിയ നെയിൽ ഗ്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അത്ര നല്ലതല്ല, ജസ്റ്റ് ഓക്കെ ആയിട്ടുള്ള ഓൺ ടൈം യൂസ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ഓരോ നെയിൽസായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഏതൊക്കെയാണ് നമ്മുടെ വിരലിന് ആപ്റ്റായിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഇത് എനിക്ക് എൻ്റെ നഖത്തിന് കറക്റ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് റോയിലേക്ക് പോയി അങ്ങനെ ഓരോ റോയായിട്ട് ചെക്ക് ചെയ്ത് എൻ്റെ നെയിൽസ് ഓരോന്നിലോട്ട് വച്ച് നോക്കി സെറ്റ് ചെയ്യാണ്. എനിക്ക് ഇതിൽ പിന്നെ ഒരു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി എൻ്റെ നെയിൽസ് വലുതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നെയിൽസ് ഷേപ്പ് ചെയ്യുകയോ കട്ട് ചെയ്യേണ്ടയോ ആവശ്യം വന്നില്ല എന്നുള്ളതാണ്. കുഞ്ഞു നഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരില്ലേ, തീരെ പൊടിയായിട്ടുള്ള നഖങ്ങളൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ ഇത് കട്ട് ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ നെയിൽസിൻ്റെ സ്റ്റാർട്ടിങ് വശത്ത് അവർക്ക് ഭയങ്കര വലുതാവാം. ഏറ്റവും ചെറുതെടുത്താലും അവർക്ക് വലുതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവർക്ക് വിഷമിക്കേണ്ട, അവർക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നെയിൽ കട്ടറിൻ്റെ പുറകെ ഇരിക്കുന്ന ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ നഖം എങ്ങനെയാണോ പൊടിഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ ആവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു കത്രികയോ എന്തെങ്കിലും വെച്ചിട്ട് ബ്ലേഡോ വെച്ചിട്ട് നമുക്കത് ഷേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ നെയിൽസിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിൽ താഴെ ഭാഗത്ത് ഉള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. നീളം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമുക്കത് ഷേപ്പ് ചെയ്ത് വയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചെറിയ നഖമുള്ളവർക്കും വിഷമിക്കേണ്ട, അവർക്കും വയ്ക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അതെ, ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നുള്ളതാണ്. അതെ, ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. വീട്ടിൽ പണിയൊന്നും എടുക്കാണ്ട് ഇരിക്കുന്ന പെൺകുട്ടികൾക്ക്, അതായത് ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇല്ലേ, അവർക്കും കോളേജ് ഒക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇത് അവർക്ക് ഒരു 4-5 ദിവസമൊക്കെ അവരുടെ കയ്യിൽ, 5-6 ദിവസമൊക്കെ അവരുടെ കയ്യിലിരിക്കും. അല്ലാതെ നമ്മളെപ്പോലെ പണിയെടുക്കുന്ന, കുഞ്ഞുങ്ങളെ നോക്കുന്ന, പാത്രം കഴുകുന്ന, തുണി അലക്കുന്ന വീട്ടമ്മമാർക്ക് ഇത് കൂടി പറഞ്ഞാൽ 2 ദിവസം ഇരിക്കും. 2 ദിവസം കഴിയുമ്പോഴത്തേനും ഒടിഞ്ഞു പോവും. കാരണം എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ വെള്ളം നനയുമ്പോഴാണ് ഇതിൽ ഒടിഞ്ഞു പോവുകയും അല്ലെങ്കിൽ ഇളകി വരികയൊക്കെ ചെയ്യാം. അപ്പോൾ അല്ലാത്തവർക്ക് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മളെപ്പോലുള്ളവർക്ക് ജസ്റ്റ് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നെയിൽസൊക്കെ ക്ലീൻ ചെയ്തു, അത് കഴിഞ്ഞ് ക്യൂട്ടിക്കിൾസ് പുഷ് ചെയ്ത് ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്ലൂ നമ്മുടെ നെയിലിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലും പൊടിയോ ഇതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഗ്ലൂ നേരെ
ഒട്ടില്ല കേട്ടോ. അപ്പം അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ഒരു നെയിൽ പോളിഷ് തന്നെയാണ് ഗ്ലൂ ഇരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൽ നിന്നും, അതായത് ടോപ്പ് സൈഡിൽ നിന്നും താഴോട്ട് പുഷ് ചെയ്ത് ക്യൂട്ടിക്കിൾസിൻ്റെ ഇടയിലോട്ട് വേണം നമ്മൾ ആ നെയിൽ ഇറക്കി വെക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോഴേ അത് ഒരു ഫിനിഷിങ് ആയിട്ടിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ ഒരു എക്സ്ട്രാ കണക്ക് തോന്നിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലേ, അതുപോലെ ടോപ്പ് സൈഡിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് താഴോട്ട് ഇറക്കുക. നമ്മുടെ ആ നെയിൽസിൻ്റെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യൂട്ടിക്കിൾസിൻ്റെ അകത്തിരിക്കണം, എന്നാലേ ഒരു ഫിനിഷിംഗ് ആയിട്ട് ഫീൽ ആവത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് നെയിൽ ഒട്ടിച്ചതിന് ശേഷം ഷേപ്പ് ചെയ്ത് കൊടുക്കാം, അതിന് മുന്നേ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒട്ടിച്ചതിന് ശേഷം ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയിലിൻ്റെ ഫ്രണ്ടിൽ ഷേപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് എന്താ ഒരുമാതിരി നമ്മുടെ സ്കിന്നിലൊക്കെ കൊള്ളുമ്പോൾ മുറിയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവിടെ ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള വിരലും കൂടെ വയ്ക്കാം. നോർമലി ഞാൻ അതിൽ വളർത്താറില്ല. ഇപ്പോൾ നെയിലിങ്ങനെ കിട്ടിയോണ്ട് ജസ്റ്റ് ഞാൻ വച്ച് നോക്കുന്നതേ ഉള്ളൂ. എനിക്ക് കംഫർട്ടബിൾ അല്ല, കാരണം കുഞ്ഞിനെയൊക്കെ നോക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിങ്ങൾക്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം എനിക്കിത് ഇങ്ങനെ ഇരിക്കുന്ന കുറച്ചുകൂടി ഒരു നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നെയിൽ ഒട്ടിച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതിൻ്റെ പുറത്ത് നമ്മളൊരു സിംഗിൾ കോട്ട്, അതായത് ബേസ് കോട്ടില്ലേ, വൈറ്റ് കളർ ട്രാൻസ്പെറൻറ്റ് കളർ, അത് യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ നെയിൽ പോളിഷ് ഒരുമാതിരി എന്താ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ, നെയിൽ പോളിഷിന് ഫിനിഷിങ് കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ ബേസ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്, കൂടാതെ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.